ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പല പേർക്കും അറിയാത്തൊരു സംഭവമാണ് എന്താണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ ചേച്ചി 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 എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇടുന്ന ആ നമ്പറിൽ മെസ്സേജ് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പ് എനിക്ക് കഥകൾ ഇങ്ങനെ പച്ചക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് ഇതുപോലുള്ള കഥകളൊന്നും പച്ചക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ യൂട്യൂബ് അമ്മാവൻ എന്തായാലും നമ്മൾക്ക് ഒരു പണി തരും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബിൽ ഇതുപോലുള്ള കഥകൾ ഇങ്ങനെ പറയുന്നതിന് പ്രശ്നമില്ല, പക്ഷെ അത് ഓവറായാൽ നമുക്ക് പണി കിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു മെമ്പർഷിപ്പിൽ നമുക്ക് കഥ പറയാം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് മെമ്പർഷിപ്പ് തുടങ്ങാമെന്ന്. അപ്പൊ എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള 1000 സബ്സ്ക്രൈബേഴ്സും 4K വാച്ച് അവേഴ്സ് ആയെങ്കിൽ മാത്രം മോണിറ്റൈസേഷൻ ആണോ, എന്നാൽ മാത്രമേ എനിക്ക് മെമ്പർഷിപ്പ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരയ്ക്കും എനിക്ക് വന്ന ക്യാഷിനും നിങ്ങൾക്കൊരു ഇതിനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിൽ 500 രൂപയാണ് പേയ്മെന്റ് എന്ന് പറയുന്നത്. 500 രൂപ പേയ്മെന്റ് ചെയ്താൽ ഞാനൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മെമ്പർഷിപ്പിൽ കിട്ടുന്നതിന്റെ 10 ഇരട്ടി അതിൽ കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പല പേർക്കും ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ അന്ന് എനിക്ക് മെമ്പർഷിപ്പ് തുടങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനന്ന് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്. അതപ്പോൾ ഞാൻ പിന്നെ അതിൽ തന്നെ മുമ്പോട്ട് പോയി. കാരണം അതിൽ എനിക്കൊരു നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, വരുന്ന നിങ്ങൾക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ മുമ്പോട്ട് പോയി. അപ്പൊ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്കാനർ അയക്കും. അതിലോട്ട് 500 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട വീഡിയോസും ഫോട്ടോസും വീഡിയോ കോളും ഗേൾസുമായിട്ട് ചാറ്റിങ്ങും റിയൽമീറ്റിന് എക്സ്ട്രാ മണി വേണം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ ഒരു സ്കാനർ ഇടും. അതിലോട്ട് നിങ്ങൾ പേ ചെയ്താൽ ഞാൻ ഉടനെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സ്പാ ഉണ്ട്, മസാജിങ് ഉണ്ട്, റിയൽമീറ്റ് ഉണ്ട്, ഒക്കെ തന്നെ ഉണ്ട്. അതിൻ്റെയൊക്കെ ആ ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതായിരിക്കും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്കറിയാം. ആ ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. സ്പാക്കും റിയൽമീറ്റും ഒക്കെ ഡീറ്റെയിൽസ് അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇടും. അപ്പോൾ എന്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പൊ ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹം ഇല്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോവുക. ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നിന്ന് കാണുക. മാത്രമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതും കമന്റിൽ അറിയിക്കുക. നമുക്ക് നേരെ കഥയിലൂടെ കിടക്കാം. അപ്പോ എൻ്റെ ഒരു മുസ്ലിം ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഐഷ എന്നായിരുന്നു പേര്. എൻ്റെ പേര് ഐശ്വര്യ. എന്നെയും അവരുടെയും ഐഷു എന്നായിരുന്നു വിളിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ അവളുടെ അമ്മായി എന്നാണ് അവളുടെ ഏട്ടന്റെ ഭാര്യയെ പറയുന്നത്, അതായത് ബാബിനെ അവൾ അമ്മായി എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശനിയും ഞായറൊക്കെ മിക്കും ലീവ് കിട്ടുന്ന ടൈം അവളുടെ വീട്ടിലൊക്കെ ഓടിച്ചെല്ലും. അവിടെ നിന്നായിരുന്നു എൻ്റെ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും. രാത്രി 10 മണിയാവാതെ ഇല്ലെങ്കിൽ ഒരു സമയത്ത് ഞാൻ 5 മണിക്ക് തന്നെ അവൾക്ക് മദ്രസ ഉണ്ടാവും. അപ്പൊ ഞാൻ 5 മണിക്ക് തന്നെ അവളുടെ വീട്ടിൽ നിന്ന് അതും 5 മണിയുടെ ചായ കുടിച്ച് മാത്രം. ഇല്ലെങ്കിൽ അവൾക്ക് മദ്രസ ഇല്ലാത്ത വെള്ളിയാഴ്ച അവൾക്ക് മദ്രസ ഉണ്ടാവത്തില്ല. അപ്പോൾ ആ ടൈമൊക്കെ ഞാൻ അവിടെ 10 മണി വരെ ഉണ്ടാവുന്ന ടൈമിൽ അവിടെ ഒരു ഉസ്താദ് എപ്പോഴും വരാറുണ്ടായിരുന്നു. ആ ടൈമിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും അറിയില്ല. നമ്മളെ ഹാളിൽ TV നോക്കാനിരുത്തി ഈ ഉസ്താദ് ഈ അമ്മായിനെയും കൂട്ടി റൂമിൽ കയറ്റി. പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അവൾ അവിടെ TV നോക്കും. അവൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അവളുടെ ഏട്ടന്റെ ഭാര്യ, അവളുടെ അമ്മയും അവളുടെ ഉമ്മയും ഉപ്പയും ഒക്കെ തന്നെ ഗൾഫിലായിരുന്നു. അവള് അമ്മയുടെ കൂടെ മാത്രമായിരുന്നു. അമ്മയുടെ ഹസ്ബൻഡ് ഇടയ്ക്ക് നാട്ടിൽ വരും, ഇടയ്ക്ക് ഗൾഫിൽ പോകും. അങ്ങനെ ഇരിക്കെ അവൾക്ക് ഇതിനെ കുറിച്ചൊന്നും യാതൊരു താല്പര്യമില്ല. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഒരു താല്പര്യം. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിക്ക് ബ്ലാക്ക് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ഈ കറുത്ത ഡ്രസ്സ് ഇട്ടാണല്ലോ എപ്പോഴും വീഡിയോ എടുക്കുന്നത്. സത്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ നൈറ്റ് ഡ്രസ്സ് മാക്സി ഇട്ടിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ആങ്കറിൽ തൂക്കിയ ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. അപ്പോൾ അത് വേഗം ഇട്ട് വീഡിയോ എടുക്കുന്നത്. നല്ല നിങ്ങൾക്ക് ഡ്രസ്സ് ഇല്ലാത്തതോ അത് ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ കഴിഞ്ഞ 3 വീഡിയോയിൽ ഞാൻ ബ്ലാക്ക് ഡ്രസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. അപ്പോൾ എനിക്ക് വലിയ ത്വരയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ആ റൂമിൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുന്നത്, അല്ല എന്തുകൊണ്ട് അവർ രണ്ടുപേരും നമ്മുടെ ആ റൂമിൽ കയറ്റുന്നില്ല. അതായത് ആ റൂമിന്റെ പുറത്തിട്ട് ബാത്റൂമിൽ പോലും കയറണ്ട എന്നായിരുന്നു നമ്മളോട് പറയാറുണ്ടായിരുന്നത്. സാധാരണ കയറിയ നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കറിയത്തില്ല. പക്ഷെ അതായത് അവളുടെ അമ്മായിയുടെ അടുത്ത് എപ്പോഴും ഉസ്താദ് വരും.
പക്ഷെ നമ്മൾക്ക് അവിടെ അലോഡല്ല. ഞാൻ വിചാരിച്ചു ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഇനി അല്ല, അവളെയും ആ റൂമിൽ ഞാനില്ലാത്തപ്പോഴും അവളോട് പറയും ഈ ബാത്റൂമിന്റെ അടുത്ത് വരെ വരാൻ പാടത്തില്ല എന്നാണ് ആ ഉസ്താദ് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവൾക്ക് അതൊക്കെ ഒരു സില്ലി കാര്യം. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഓരോ ചെറിയ കാര്യത്തിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി ഭയങ്കര ത്വരയായിരുന്നു. അങ്ങനെ ഇവള് TV നോക്കിയിരിക്കുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഐഷു. അപ്പൊ അവള് ചോദിച്ചു, എന്താ ഐഷു? ഞാൻ പറഞ്ഞു, അല്ല, നിന്റെ അമ്മായി എപ്പോഴും ഈ ഉസ്താദിനെയും കൂട്ടി ആ റൂമിൽ കഥ കടിച്ചിരിക്കുന്നത് എന്തിനാണ്? എന്താണ് ആ ബാത്റൂമിന്റെ സൈഡ് പോലും നമ്മളോട് പോകണ്ട എന്ന് പറയാനുള്ള കാരണം? അപ്പൊ അവള് പറഞ്ഞു, തുടങ്ങിയോ നിന്റെ ഓരോ ഉള്ളിലേക്കുള്ള കഥയൊക്കെ? ഞാൻ പറയല്ല, എനിക്ക് എവിടെയോ എന്തോ സംശയമോ എനിക്ക് എന്തൊക്കെയോ പോലെ എനിക്കത് അറിയാമെന്ന് തോന്നുന്നു. അല്ല, ബാത്റൂമിൽ പോയാ എന്താണ് സംഭവം? അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, എന്നോട് ഭാബി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാത്റൂമിന്റെ അടുത്ത് പോയാൽ ആ ഉസ്താദിനെ അറിയും, പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും അളവും, അതായത് മീൻസ് ഷെയ്ത്താൻ എന്നുള്ള ആ ഒരു അതൊക്കെ വന്ന് നമ്മുടെ ശരീരത്തിൽ കയറും എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് പോടി, നിന്നെ ആ അമ്മായി പറ്റിച്ചതാ എന്നൊക്കെ ഞാൻ പറഞ്ഞ് അവളോട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നോ, ഞാൻ എന്നാ ആ ബാത്റൂമിന്റെ സൈഡോട്ട് ഒന്ന് പോയിട്ട് വരാം. അപ്പൊ അവൾ എന്റെ കൈ പിടിച്ച് എന്നോട് പറഞ്ഞു, ഡി വേണോ? വേണ്ട. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തായാലും വേണം എന്ന് പറഞ്ഞു. അവളോട് ഞാൻ ചോദിച്ചു, അല്ല, ഈ ബാത്റൂമിന്റെ അടുത്ത് പോയാൽ ആ ഉസ്താദിനെ അറിയോ ഞാൻ ബാത്റൂമിന്റെ അടുത്ത് പോകുന്നുണ്ടെന്ന്? അപ്പൊ അവള് പറഞ്ഞു, അങ്ങനെയാണ് എന്നോട് അമ്മായി പറഞ്ഞത്, ഞമ്മ അവിടെ ചെന്നാൽ ആ ഉസ്താദിനെ അറിയും, അപ്പൊ തന്നെ ആ ഉസ്താദ് ഡോറ് തുറന്ന് നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വരും എന്നാണ് എന്നോട് പറഞ്ഞത്, എനിക്കറിയത്തില്ല എന്ന്. അങ്ങനെ ഞാൻ ആ ബാത്റൂമിന്റെ അടുത്തോട്ട് പോകുമ്പോ എനിക്ക് എന്തൊക്കെയോ ശബ്ദം പോലെ കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് അമ്മായിയുടെ വായ പൊത്തിപ്പിടിക്കുന്ന ഒരു ശബ്ദം പോലെ. എനിക്കിവിടെ ആ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ചാനൽ പോകും. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അങ്ങനെ ഞാൻ ആ സൗണ്ട് കേട്ട ഉടനെ എനിക്ക് എന്തൊക്കെയോ പോലെ. ഞാൻ വേഗം തന്നെ അവരുടെ അടുത്ത് ആ സോഫയിൽ ചെന്നിരുന്ന് ആദ്യം 5 മിനിറ്റ് ഒന്ന് TV നോക്കി. പിന്നീട് എനിക്ക് വീണ്ടും ഞാൻ ഇവളോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും അവളുടെ അടുത്ത് ആ റൂമിന്റെ അടുത്തോട്ട് ആദ്യമേ പോയി. അങ്ങനെ ആ ബാത്റൂമിന്റെ ലോക്ക് തുറന്ന് വീണ്ടും ഞാൻ ലോക്ക് അടച്ചു. പതുക്കെ ആ റൂമിന്റെ ആ താക്കോലിടുന്ന ആ ഹോൾസിലൂടെ ഞാൻ ഒന്ന് എത്തി നോക്കി. അപ്പോൾ എനിക്ക് കാണുന്നുണ്ടായിരുന്നത് അമ്മായിയുടെ മെക്സി ആ ഉസ്താദ് മെല്ലെ പുഞ്ചിച്ച് മുട്ടിന്റെ ആടം വരെ കൊണ്ടുവയ്ക്കുന്നതാണ്. അപ്പൊ തന്നെ ഞാൻ വേഗം ഡോറ് തുറന്നു. ഡോർ തട്ടി. അപ്പൊ ഉസ്താദ് വേഗം തന്നെ അതൊക്കെ താത്തി റൂമിലോട്ട് വന്ന്, എന്താ പറ്റിയേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് പിന്നെ എനിക്ക് വെള്ളം വേണം. അങ്ങനെ ഞാൻ അമ്മായി എന്ന് വിളിച്ച് അമ്മായിയുടെ അടുത്ത് പോകുമ്പോൾ അമ്മായി വേഗം തന്നെ മെക്സിയുടെ സിപ്പൊക്കെ ഇട്ട് എനിക്ക് കിച്ചണിലോട്ടേക്ക് വെള്ളം എടുത്തരാൻ വരികയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അവിടേക്കൊന്നും വരരുത്, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല അവിടേക്ക് വരരുത് എന്ന്. അവളെവിടെ? ഞാൻ പറഞ്ഞു, അവളറിയില്ല, അവളറിയാണ്ട് അവളോട് ചോദിക്കാണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ ആ വെള്ളം കുടിച്ച് എനിക്ക് എവിടെയോ എന്തൊക്കെയോ പോലെ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഓക്കെ, ഇനി ഞാൻ ആ റൂമിൻ്റെ അടുത്തോട്ടേക്ക് വരത്തില്ല, എനിക്ക് വെള്ളത്തിന് അത്ര അത്യാവശ്യമായിരുന്നു, ഞാൻ വീട്ടിലോട്ട് പോകുന്ന അമ്മായി. അപ്പോൾ പറഞ്ഞു, പോലെ, ഇത് കഴിഞ്ഞിട്ട് അവൾ ഒറ്റയ്ക്കല്ല, അതുവരെ നീ അവളെടുത്തിരിക്കും, ഇത് കഴിഞ്ഞിട്ട് തന്നെ നിനക്ക് പോകാം എന്ന് പറയുമ്പോൾ എനിക്ക് വീണ്ടും ഒരു ത്വര. എന്താണെന്ന് വെച്ചാൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ ഞാൻ വീണ്ടും തന്നെ അവിടെ ഇരിക്കുന്ന രീതിയിലാക്കി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പോവുകയാണ്. അപ്പോഴേക്കും ഞാൻ കാണുന്നത് ഞാൻ ഒട്ടും വിചാരിക്കാത്തൊരു സംഭവമായിരുന്നു. അതായത് ആ ഉസ്താദിൻ്റെ ഉണക്ക് വായ എടുത്ത് എൻ്റെ അമ്മയുടെ അകത്തോട്ട് കുത്തിക്കയറ്റുന്നത് പോലെയാണ് ഞാൻ കാണുന്നുണ്ടായിരുന്നത്. അമ്മായിയുടെ വായാണെങ്കിൽ പൊത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമ്മായി അവിടെയുള്ള 2 ബെഡിലും കൈ ഇങ്ങനെ അമർത്തി പിടിച്ച്, എനിക്കറിയത്തില്ല, ഞാൻ അവിടെ ആ രീതിയിലുള്ളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കാണുന്ന എൻ്റെ നിന്നും നല്ല രീതിയിൽ വെള്ളം പോകുന്നുണ്ടായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഞാനാണെങ്കിൽ അത് കണ്ട ഉടനെ എൻ്റെ വായ പൊത്തിപ്പിടിച്ച് ഞാനവിടെ ചുമരിന് ചാരി നിന്നു. ഞാൻ എൻ്റെയും എന്തൊക്കെയോ പിടിച്ചമർത്തുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അത് കണ്ട ഉടനെ എൻ്റെ രോമങ്ങളൊക്കെ പൊന്തി ഞാൻ വേഗം തന്നെ അവിടുന്ന് അവളോട്, ഞാൻ വീട്ടിലോട്ട് പോകുന്നടി എന്ന് പറഞ്ഞ് അവിടുത്തെ ഡോറടച്ച് ഞാൻ വേഗം തന്നെ വീട്ടിലോട്ട് പോയി. അവിടെ നിന്ന് ഞാനൊരു 5 മിനിറ്റ് അവിടെ നിന്ന് അത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് കണ്ണടച്ച് ആ കണ്ടത് വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ ഞാൻ അവിടെ വിചാരിച്ചു, ഞാൻ ഡെയിലി അമ്മായിയുടെ വീട്ടിലോട്ട് പോയി അവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് എന്നൊക്കെ കാണാൻ എനിക്കൊരു കൊതി. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റിൽ പാർട്ട് 2 എന്നിടുക. തീർച്ചയായിട്ടും ഇതിൻ്റെ പാർട്ട് 2 എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ
നല്ല കുളിരി കയറുന്ന രീതിയിലായിരിക്കും ഞാൻ പാർട്ട് 2 ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ട് 2 എന്ന് കമൻറ്റിൽ ഇടുക. അപ്പോൾ എന്നെയും എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.